ജനങ്ങളിൽ നിന്ന് യൂസർ ഫീസ് പിരിക്കുന്നതിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. വിഭവ സമാഹരണം മാത്രമാണ് ഇപ്പോൾ തീരുമാനിച്ചത്. നവകേരള നയരേഖയെ പ്രതിനിധികൾ പിന്തുണച്ചു. LDF-ൽ ചർച്ച ചെയ്ത ശേഷം നടപ്പാക്കും. ഒന്നാം പിണറായി സർക്കാരിനേക്കാൾ മികച്ചതാണ് രണ്ടാം പിണറായി സർക്കാരെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. രേഖയ്ക്ക് വൻ സ്വീകാര്യതയാണ് സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രതിനിധി സംഘങ്ങളിൽ നിന്ന് ഉണ്ടായത്. കേന്ദ്രം കേരളത്തെ ക്രൂരമായി അവഗണിക്കുമ്പോൾ നവകേരള നിർമ്മാണത്തിന് പുതുവഴികൾ കണ്ടെത്താനുള്ള പ്രഖ്യാപനമായാണ് സഖാക്കൾ ഈ രേഖയെ കണ്ടത്. ഇപ്പോൾ ഒന്നും തീരുമാനിച്ചിട്ടില്ല. അതായത് നമുക്ക് ആവശ്യമുള്ള വിഭവം സമാഹരിക്കണം എന്ന കാര്യം പൊതുവായിട്ട് അംഗീകരിക്കുകയാണ്. പിന്നെ എന്തൊക്കെ ഏതൊക്കെ മേഖലയിൽ എങ്ങനെയൊക്കെ എന്നുള്ളതെല്ലാം വിശദാംശങ്ങളായിട്ട് അതിൻ്റെ പ്രായോഗിക തലത്തിൽ വരുമ്പോഴേ പറയാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ഒരു നിലപാട് നയം അംഗീകരിക്കുന്നു എന്ന് മാത്രമേ. വിവരങ്ങളുമായി കൊല്ലത്തുനിന്ന് ദീപക് ധർമ്മടമാണ് ചേരുന്നത്. ദീപക്, വെരി ഗുഡ് ഈവനിങ്. ഇപ്പോൾ രണ്ട് കാര്യങ്ങളിലാണ് ഇപ്പോൾ ഗോവിന്ദൻ മാഷ് അഭിപ്രായം അല്ലെങ്കിൽ വിശദീകരണം നൽകിയിരിക്കുന്നത്. ഒന്ന്, ഈ നയരേഖ പാർട്ടി അടിമുടി മാറുന്നതിൽ പലർക്കും എതിർപ്പുണ്ട് എന്ന രീതിയിലുള്ള ചില ചർച്ചകൾ വന്നിരുന്നു. എന്നാൽ അങ്ങനെയല്ല, ബഹുഭൂരിപക്ഷം പാർട്ടി അംഗങ്ങളും അല്ലെങ്കിൽ പ്രതിനിധികളും ഇതിനെ അംഗീകരിക്കുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊന്ന്, അധിക വിഭവ സമാഹരണവുമായി ബന്ധപ്പെട്ടാണ്. അത് യൂസർ ഫീ ഒന്നുമല്ല. മാത്രവുമല്ല, ഇതൊക്കെ നമ്മൾ ഊഹാപോഹം നടത്തി പറയുന്നതാണ്. പക്ഷേ ഈ യൂസർ ഫീ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഈ പുതിയ അധിക വിഭവ സമാഹരണം എന്നതിനെ കുറിച്ചുള്ള സൂചന അദ്ദേഹം തരുന്നുമില്ല. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ഈ പറഞ്ഞും പറയാതെയും പറയാൻ ഉദ്ദേശിച്ചത്? ഓൾ വിമൻസ് ഈവനിംഗ് ടീം ഹാപ്പി വിമൻസ് ഡേ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നവകേരള സൃഷ്ടിക്കായുള്ള പുതുവഴികൾ എന്ന രേഖയ്ക്ക് വലിയ സ്വീകാര്യത സമ്മേളനത്തിലുണ്ടായി എന്നുള്ളതാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. സാധാരണഗതിയിൽ നേരത്തെ തന്നെ പ്രചരിച്ചിരുന്നത് ഈ നയരേഖയ്ക്കെതിരെ ശബ്ദമുയരും. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം യൂസർ ഫീ, ടോള് തുടങ്ങിയവയൊക്കെ നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ള പ്രചരണം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു രേഖയെ സമ്മേളനം തള്ളിക്കളഞ്ഞേക്കും, അല്ലെങ്കിൽ സമ്മേളനത്തിൽ അതിനെതിരെ വിമർശനമുയരും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ എന്നാൽ ഇന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് സമ്മേളനത്തിൽ ഈ നയരേഖാ ചർച്ചയിൽ 20 പേർ ഇതിനകം പങ്കെടുത്തു. ഇനി 7 പേർ കൂടിയാണ് പങ്കെടുക്കാൻ ബാക്കിയുള്ളത്. ഈ 20 പേരും ഈ നയരേഖയെ ബലപ്പെടുത്തുന്ന, സമ്പുഷ്ടമാക്കുന്ന നിർദ്ദേശങ്ങളാണ് വെച്ചത്. നയരേഖ തള്ളിക്കളയാൻ ആരും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഗോവിന്ദൻ മാഷ് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വാർത്താ സമ്മേളനത്തിൽ ഞാൻ തന്നെയായിരുന്നു ആ ചോദ്യം ഉന്നയിച്ചത്. യൂസർ ഫീസുമായി ബന്ധപ്പെട്ട് എന്താണ് പാർട്ടിയുടെ നിലപാട്, നയരേഖയിലെ നിലപാട് എന്താണെന്ന്. ആ കാര്യത്തിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. അധിക വിഭവ സമാഹരണം അനിവാര്യമാണ്. കേന്ദ്രം സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ വിഭവ സമാഹരണത്തിന് വേണ്ടിയുള്ള പുതുവഴികൾ വേണം. അതിൽ യൂസർ ഫീസ് മുഖേന മേടിക്കണമെന്ന് ഇതുവരെ പാർട്ടി തീരുമാനിച്ചിട്ടില്ല എന്നാണ് മാഷ് വളരെ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞത്. പക്ഷേ എന്നാൽ അതേ സമയത്ത് തന്നെ മാഷ് അടുത്ത ഉപചോദ്യത്തിനായി പറഞ്ഞത് ഈ സഹകരണ മേഖലയെ ഒരു പ്രധാനപ്പെട്ട നിക്ഷേപമായി കാണുന്നു. അതായത് വികസന മേഖലയ്ക്ക് വേണ്ടിയുള്ള നിക്ഷേപത്തിന് കേന്ദ്രം പണം തരാതിരിക്കുമ്പോൾ സഹകരണ മേഖലയിലെ നിക്ഷേപങ്ങൾ ഉപയോഗിക്കാം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു നിക്ഷേപ സാധ്യതയായി മാഷ് പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഈ കേരയിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കടം ലഭിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. പക്ഷേ പണമില്ലാഞ്ഞിട്ടല്ല, പദ്ധതി കേന്ദ്ര അനുമതി ഇല്ലാത്തതുകൊണ്ടാണ് അത് നടപ്പിലാകാതെ പോകുന്നത്. അതുകൊണ്ട് വലിയ പദ്ധതികൾ വരുമ്പോൾ അതിന് പണം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള പുതുവഴികളായിരിക്കും ഈ നയരേഖയിലൂടെ, ഈ നവകേരള സൃഷ്ടിക്കാനുള്ള പുതുവഴികളിൽ ഉണ്ടാകാൻ പോകുന്നത്. അതിൻ്റെ ചർച്ച ഇനിയും പുരോഗമിക്കുന്നു. ചർച്ചയ്ക്ക് ശേഷം നാളെ ആ റിപ്പോർട്ട് രേഖ അംഗീകരിക്കുമെന്നാണ് ഗോവിന്ദ മാഷ് പറഞ്ഞത്. ക്രിസ്റ്റീന. ശരി, ദീപക് ധർമ്മടമാണ് വിശദാംശങ്ങൾ നൽകിയത്.